താരപകിട്ടിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച പ്രമുഖനായ സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പം. സർ, സ്വാഗതം സർ. ഏറ്റവും പുതിയ സിനിമയായ ഇടവപ്പാതിയുടെ വിശേഷമാണ്. ഇപ്പം ഇടവപ്പാതി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു സർ സിനിമ? വളരെ നന്നായിട്ട് പോകുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം അതിനെക്കുറിച്ചിട്ടുള്ള കണ്ടവരുടെ അഭിപ്രായമാണ്. അത് വ്യത്യസ്ത തലത്തിൽപ്പെട്ട ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത് നല്ല സിനിമയാണ്. കാരണം ആ സിനിമ അത് വളരെ സൗന്ദര്യാത്മകമായാണ് ആ സിനിമയുടെ ഓരോ ഫ്രെയിമുകളും ഒരുക്കിയിട്ടുള്ളത്. ലളിതമാണ് അതിൻ്റെ ആഖ്യാന ശൈലി. ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു വേദനയും അതിൻ്റെ ഒരു തീക്ഷ്ണതയും ഒക്കെ ആ കഥയിൽ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കണം ആളുകളെ ആകർഷിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ പെട്ടെന്ന് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ട യോദ്ധയിലെ അക്കോഷേട്ടൻ സിദ്ധാർത്ഥ ലാമ തിരിച്ചു വരുന്നു. സാർ എത്രത്തോളം ബുദ്ധിമുട്ടി ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ? കാരണം എനിക്ക് യുവാവായൊരു ബുദ്ധഭിക്ഷുവിനെയാണ് ആവശ്യം. അയാൾ ടിബറ്റൻകാരനും ആവണം. അപ്പോൾ ആ ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, ആ റീജിയനിൽപ്പെട്ട ആളുകളുടെ മുഖത്തിന് വേറൊരു ഛായയുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ വേണം. ഞാനാദ്യം ഈ NSD നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള അവിടുന്ന് പഠിച്ചു പോയവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുട്ടികളെയാണ് ഞാൻ ആദ്യം അന്വേഷിച്ച് നോക്കിയത്. അത് ഫലം കാണാത്ത കാരണം പിന്നെ ഈ റീജിയനിൽപ്പെട്ട ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം തുടർന്നു. അപ്പോഴും എനിക്ക് ആശാവഹമായൊരു റിപ്ലൈ കിട്ടിയില്ല. പെട്ടെന്നാണ് എങ്ങനെയോ ഈ പറഞ്ഞ യോധയിലെ ഈ അക്വിസെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻസിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ അയാളെ കുറിച്ചിട്ടുള്ള അന്വേഷണമായി. കാരണം എന്നേക്ക് 10-26 വയസ്സാകുമെന്നുള്ള ഉറപ്പാണ്. അയാൾ അന്വേഷിച്ചു. അയാളൊരു നേപ്പാളുകാരനാണ് എന്നുള്ളതിനപ്പുറം യാതൊരു അറിവും യോധയുടെ പ്രവർത്തകർക്കില്ല. പ്രത്യേകിച്ച് സംഗീത് ശിവനറിയില്ല, സന്തോഷിനറിയില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ ഹിമാലയൻ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രചാരത്തിലുള്ളൊരു പത്രത്തിൻ്റെ ചീഫ് സബ് എഡിറ്ററുണ്ട്. അപ്പോൾ ഞാൻ അയാളെ ബന്ധപ്പെട്ടു. അയാളാണ് എനിക്കൊരു ഉപായം പറഞ്ഞത്. അയാളുടെ പത്രത്തിൽ അയാളുടെ പേര് വെച്ചിട്ടൊരു പരസ്യം കൊടുക്കാം. കാരണം അവിടുത്തെ നേപ്പാളിലുള്ള മിക്കവാറും ആളുകൾ ഈ പത്രം കണ്ടിരിക്കും. ഉണ്ടോ? അങ്ങനെ പരസ്യം കൊടുത്തു. പരസ്യം വന്ന ദിവസം തന്നെ ഉച്ചയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ നമ്പറിലേക്ക് ഈ വിളിക്കുകയാണ്. സിദ്ധാർത്ഥ വിളിച്ചു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ കുട്ടിയായ അഭിനയിച്ചത് എങ്ങനെ മെമ്മറൈസ് ചെയ്തു, എങ്ങനെ ഷെയർ ചെയ്തു ആ ഒരു ഓർമ്മകൾ? അതൊക്കെ വലിയ ത്രില്ലായിരുന്നു. എനിക്ക് എന്നെ ഓർമ്മയുണ്ട്, ഒരു ടെന്നീസ് ക്ലബ്ബിൽ വെച്ചും ഒരു പ്രാവശ്യം സിനിമയ്ക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു സാറുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഞാൻ കണ്ടതായിട്ട്. അതെ, അതൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം അയാളെ എപ്പോഴും നമ്മൾ അറിയുന്നു എന്നുള്ളത് അയാൾക്കൊരു വല്ലാത്തൊരു ഇത് തന്നെയല്ലേ. അങ്ങനെ ഞാൻ കാഠ്മണ്ഡു പോയി അയാളെ കണ്ടു. കാരണം എനിക്ക് അയാളെ കാണണം, ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ കണ്ടു. അതൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ പിന്നെ അയാൾ ഞാനുമായിട്ട് 2-3 ദിവസം അവിടെ എനിക്ക് അവിടുത്തെ ലൊക്കേഷൻ കുറച്ച് കാണണമായിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ കൂടെയാണ് എന്നോടൊപ്പം ലൊക്കേഷൻ കാണാനൊക്കെ വന്നത്. കാരണം അയാളുടെ അച്ഛൻ അവിടെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള എല്ലാ സഹായവും നമുക്ക് നൽകിയിരുന്നു. പിന്നെ ഇവിടെ ആദ്യത്തെ ഷൂട്ടിന് വന്നിട്ട് തിരിച്ചു പോകും വഴിക്ക് കൊച്ചിയിൽ വെച്ച് മോഹൻലാലിനെ ഇയാൾ കണ്ടു. അതും അന്ന് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അവർ തമ്മിൽ കാണുമ്പോഴുള്ള അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കെട്ടിപ്പിടുത്തവും അതിൻ്റെ ഇതൊക്കെ വളരെ രസകരമായൊരു ഇതായിട്ട് തോന്നുന്നു. മലയാളികൾ ഇന്നും വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരാളാണ്. ആ സിനിമ എപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ടി വിയിലായിരിക്കും ആ സിനിമ കാണുന്നത്. ഒരു കപ്പ് ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതിരുന്ന് മുഴുവൻ ആ സിനിമ മുഴുവൻ വളരെ നിഷ്കളങ്കമായിട്ടുള്ള അവരുടെ ചിരി,
അവരുടെ ഇറുകിയ കണ്ണുകൊണ്ടൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിച്ച ഒന്നാണ്. പ്രത്യേകിച്ചും ഈ ഞാനിപ്പോൾ ബൈലക്കുപ്പയിലാണ് ഇതിൻ്റെ പ്രധാന ഷൂട്ട് നടന്നത്. അവിടെ 2000-ലേറെ പിന്നെ ബുദ്ധ ലാമമാരുണ്ട്. അതിൽ ചെറിയ 2 വയസ്സ് 3 വയസ്സായിട്ടുള്ള കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അവരിങ്ങനെ കൂട്ടത്തോടെ നടക്കുന്ന കാണാം, കളിക്കും, പിന്നെ അവരുടെ ഭക്ഷണപാത്രമൊക്കെ ആയിട്ട് അവരിങ്ങനെ നടക്കും. വളരെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുറ്റിലും ആ കുട്ടികളായിരിക്കും. അവരിങ്ങനെ വന്നത് കാണാനൊക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ട് ഒക്കെ. അപ്പോൾ ആ കുട്ടികളുടെ തന്നെ ഓരോ കുട്ടികളും വളരെ ആകർഷകവും ഭയങ്കര നിഷ്കളങ്കമായൊരു മുഖവും ഒക്കെ ആയിട്ടുള്ള, ഒരുപക്ഷെ അത് ആ റീജിയനിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. എങ്കിലും അവർ ഈ അവരുടെ ഈ ഷേവൺ ഹെഡും ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ആകർഷണമാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് വാസുദത്ത യാമിനിയായിട്ട് ഉത്തരാവുണ്ണി. എങ്ങനെയായിരുന്നു സർ ഉത്തരാവുണ്ണി മതി എൻ്റെ സിനിമയിൽ എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട്? അത് ഞാൻ ഇതേപോലെ കുറേ അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. നമ്മുടെ ഒരു ആക്ട്രസ്സുകളുടെ ഒരു പ്രധാന പ്രശ്നം, അവർ അതിലെ യാമിനിയുടെ ഭാഗം അഭിനയിക്കാൻ എല്ലാവരും തയ്യാറാണ്. കാരണം അവൾ വർത്തമാനകാലത്തിൽ വളരെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നൊരു പെണ്ണാണ്. അതേ സമയത്ത് വാസവദത്തയായിട്ട് അഭിനയിക്കുക, കാരണം അവളൊരു അഭിസാരികയാണ്, വശീകരണ മന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവളാണ്. അപ്പോൾ അത് തൻ്റെ ഇമേജിനെ എവിടെയോ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഈ ആക്ട്രസ് മെല്ലെ പുറകോട്ട് വലിയും. അയ്യോ അത് വേണോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ എന്നെ വളരെ നേരത്തെയാണ് ഉത്തരയെ കാണുന്നത്. അപ്പോൾ ഞാൻ ഉത്തരയെ ഇതേപോലെ വിളിച്ചു കണ്ടു. ഞാൻ കഥയൊക്കെ എൻ്റെ പറഞ്ഞു, കോസ്റ്റ്യൂംസിൻ്റെ അതിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചു. അപ്പോൾ ഉത്തര ഒറ്റ ആദ്യത്തെ ഇതിൽ തന്നെ പറഞ്ഞു, എനിക്ക് ആരും മടിയുമില്ല അങ്ങനെ ഒരു വേഷം ചെയ്യുന്നതിലേക്ക്. കാരണം അന്ന് ഉത്തര ഈ പെർഫോമിംഗ് ആർട്സൊക്കെ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അറിവുണ്ട്. പിന്നെ ഈ അമ്മ നടിയാണ്, ഒരു സിനിമ കുടുംബം തന്നെ പറയാം. എന്നെ പരിചയപ്പെടുത്തിയത് സംയുക്തയുമായിരുന്നു. സംയുക്ത എന്ന് പറയുമ്പോഴാണ് വളരെ ശ്രദ്ധിച്ച സിനിമയാണ് മഴ. ബിജു മേനോനായാലും സംയുക്ത ആയാലും മലയാളികൾ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമ. സാറിൻ്റെ ഓരോ സിനിമകൾ എടുത്തു നോക്കിയാലും അതിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. വളരെ കലാമൂല്യമുള്ള സിനിമ പോർട്രേറ്റ് ചെയ്ത് എനിക്ക് ഇന്നും പുരൂരവസിനെയൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇപ്പം ശബ്ദങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലും ഈവൻ ഇപ്പം ഓംപുരി മലയാളത്തിൽ വന്നു, പുരാവൃത്തം, അതുപോലെ തന്നെ ചാരുഹാസൻ, ഇവർക്കൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഇപ്പോൾ MR ഗോപകുമാർ, അതുപോലെ തന്നെ വേണുചേട്ടൻ, ഇപ്പം ശരൺ, അങ്ങനെ ഋഷഭാവ. അപ്പം ഇത്തരം നടന്മാരുടെ ശബ്ദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരെത്രത്തോളം ഇതിന് തയ്യാറാവും സർ? അല്ല, ഇവരുമായിട്ടൊക്കെ എനിക്ക് നല്ല റാപ്പോർട്ടുണ്ട്. അതുകൊണ്ടുകൂടെയാണ് ഞാനിപ്പോൾ വേണുനാഗവള്ളിയും ഞാനും തമ്മിലുള്ളൊരു അടുപ്പം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചലച്ചിത്ര ജീവിതത്തിൻ്റെ തുടക്കം ഒരേ ഘട്ടത്തിലാണ്. ഈ നഗരത്തിൽ തന്നെയല്ലേ ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിഷേധിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വേണുവിനുണ്ട്. മാത്രമല്ല ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് അവരുടെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ചെയ്യുന്ന. അതേപോലെ വളരെ ഉത്തമനായിട്ടുള്ളൊരു നമ്മൾ മലയാളം കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് MR ഗോപകുമാർ. അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മറ്റൊന്നും അവർക്ക് പ്രശ്നമാവില്ല. ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടും ഒക്കെയാണ് പലർക്കും ഈഗോയും ഒക്കെ അല്ലെങ്കിൽ മറ്റു ചില ഇൻഫീരിയോറിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടും കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഈഗോ ആണെങ്കിലും ശരി, ഇപ്പുറത്ത് മറിച്ചാണെങ്കിലും ശരി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല. സാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 വർഷത്തിലധികമായി ഈ ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുമ്പോൾ സാർ ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ എത്രത്തോളം ബന്ധങ്ങൾ ശിഥിലമാകുന്നു, അല്ലെങ്കിൽ പഴയതിൽ നിന്നും എന്തൊക്കെ വ്യത്യസ്തതകളാണ് സാറിനെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം ഞാൻ അതിൻ്റെ പിന്നാലെ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഒരു ട്രെയിനിനെയും കൂടെ ഞാൻ പോയിട്ടില്ല. ഒരു നടൻ്റെ പുറകിൽ ഞാൻ പിന്നെ ടെലിഫോണിൽ ബന്ധപ്പെടുന്നു, ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയുന്നു,
അങ്ങനെ രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ലാതെ ലൊക്കേഷനിൽ കയറി ഇറങ്ങി അവിടെ നിന്നുള്ള തമാശകളും പറഞ്ഞ് അല്ലെങ്കിൽ കേട്ട് പൊട്ടിച്ചിരിച്ച് ചിരിക്കാനൊന്നുമില്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിൽ പരം സിനിമ ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കും, നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുകയും നല്ല സിനിമകൾക്ക് പുറകെ പോവുകയും ചെയ്യുന്ന ഒരാളാണ് സർ. ഇന്ന് ഒരു തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ ഹിറ്റില്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ പാടാണ്. അപ്പോൾ സാർ എത്രത്തോളം സങ്കീർണമാണ് ഈ വിഷയം സർ? പ്രൊഡ്യൂസറെ എങ്ങനെ ഇനി ഒരു കലാമൂല്യമുള്ള സിനിമ, നല്ല സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന സംവിധായകർക്ക് എത്രത്തോളം പ്രൊഡ്യൂസേഴ്സിനെ കിട്ടും? ഞാൻ ഒന്ന് ഉറപ്പിച്ച് തന്നെ പറയാം, ഇന്ന് വരെ ഞാൻ ഒരാളോടും എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നുകയാണ് ചെയ്യുക, ഇയാളെ വെച്ചൊരു സിനിമ ചെയ്യാം. അത് തീർച്ചയായിട്ടും ഇത്രയും നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സാറിന് തീർച്ചയായിട്ടും അത് തന്നെ അങ്ങനെ വരുള്ളൂ. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് ഒരു പ്രതിസന്ധിയല്ലേ അവിടെ? ഒരു പ്രശ്നം തീർച്ചയായും എന്നെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ചില പ്രമേയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. ആ പ്രമേയങ്ങളുടെ മുൻഗണനാക്രമത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. കാരണം അത് പ്രൊഡ്യൂസർക്ക് നമുക്കത് വേണ്ട, ഇത് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ട്രെൻഡിൻ്റെ പുറത്ത് മറ്റൊരാൾ സജസ്റ്റ് ചെയ്യുന്നൊരു വിഷയം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. വളരെ നല്ല ദൃശ്യങ്ങളാണ്, ദൃശ്യചാരുതയുള്ളൊരു സിനിമയാണ് ഇടവപ്പാതി. എവിടെയായിരുന്നു സർ ലൊക്കേഷനൊക്കെ? ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് മടിക്കേരിയിലായിരുന്നു, കുടകിലായിരുന്നു. ആ കുടകിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അഭിനയിക്കാൻ വന്നുകൊണ്ടിരുന്ന ജഗദീഷ് ശ്രീകുമാറിന് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ജഗദീഷ് ശ്രീകുമാറിന് പകരം വയ്ക്കാൻ വേറൊരു ആക്ടർ മലയാളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഞാനത് അവിടെ നിർത്തുക ചെയ്തത്. പിന്നീട് ജഗതിക്ക് പകരം അടുത്ത ആക്ടർ ആരെന്നുള്ള അന്വേഷണം തുടങ്ങി. കാരണം ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഔസേപ്പച്ചൻ എന്നുള്ള ക്യാരക്ടർ ആയിരുന്നില്ല ജഗതിയെ വെച്ച് ഞാൻ കണ്ടിരുന്നത്. അതിൽ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. അഫ്കോഴ്സ് പകരം കണ്ടെത്തിയ പ്രശാന്ത് നാരായണൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. പക്ഷേ എങ്കിലും ജഗതിയുടെ സിദ്ധി വേറൊന്നാണ്. അപ്പോൾ ഞാൻ ജഗതിയുടെ മുഴുവൻ അഭിനയ സാധ്യതയും കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ക്യാരക്ടർ എഴുതിയുണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ മാറ്റം വരുത്തേണ്ടി വന്നെനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 9 മാസത്തിന് ശേഷമാണ് മൂന്നാറിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നത്, ഈ പ്രശാന്ത് നാരായണനെയും കൂടെ വെച്ചുകൊണ്ട്. അങ്ങനെ അവിടെ 15 ദിവസം ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തത്. 8-9 ദിവസമായപ്പോഴേക്കും മനീഷ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു, കോൺസെൻട്രേഷൻ പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു. അതുകൊണ്ട് പക്ഷെ ഞാനിങ്ങനെ രാത്രി 12 മണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ധരിച്ചു അതായിരിക്കാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഞാൻ നിങ്ങളെ 8-9 മണിക്ക് വിടാൻ നോക്കാം. അവർ പറഞ്ഞു അതല്ല പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ തീർക്കാമെന്ന് വെച്ചു. അങ്ങനെ അവരെ അയക്കുന്നു. ഷൂട്ടിംഗ് ഞാൻ പാക്കപ്പ് ചെയ്യുന്നു. അവ പോയ വഴിക്കാണ് ഒരു 8-10 ദിവസം ആകുമ്പോഴാണ് അറിയുന്നത് അവർക്ക് ക്യാൻസറാണ്. പിന്നീട് അത് റിക്കവർ ചെയ്ത് വരുന്നു. വീണ്ടും ഞങ്ങൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു. വീണ്ടും അവർക്ക് സെക്കൻഡറി വെടിവ് ആയി എന്നറിയുന്നു. വീണ്ടും അവർ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു. പിന്നീട് 1-1.5 വർഷം അതിൻ്റെ പുറകിൽ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നു. പിന്നെ ബൈലക്കുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ബൈലക്കുപ്പ എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ വയനാടിൻ്റെയൊക്കെ അതിർത്തിയിൽ മൈസൂർ ജില്ലയിലാണെങ്കിലും കുടകിനോട് ചേർന്നാണ്. അവിടെയാണ് ഈ 10,000-ന് മേലെ ഈ ടിബറ്റൻസ് താമസിക്കുന്ന കോളനിയാണ്. അപ്പോൾ അവിടെയാണ് അവിടുത്തെ ലാമമാർ, സന്യാസിനിമാർ അവർക്കിടയിലായിരുന്നു പിന്നത്തെ ഷൂട്ട് മുഴുവൻ. നമ്മുടെ സിദ്ധാർത്ഥും ശിവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗുരുവായി അഭിനയിക്കുന്ന ഒരാൾ, കെല്ലി ഡോർജി എന്ന് പറയുന്ന ഒഴികെ ബാക്കി എല്ലാവരും ആ കോളനിക്കകത്തുള്ള ഈ ലാമന്മാരും ടിബറ്റൻസുമാണ്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ കാഠ്മണ്ഡുവിൽ ആണ് ഒരു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് തിരിക്കുന്നതിന് എൻ്റെ തലേ ദിവസമാണ് അവിടെ
ഭൂമി കുലുക്കം ഉണ്ടാവുന്നത്.